മക്കളെ, അങ്ങനെ എക്സാമിങ് അടുത്തെത്തി. മെയ് 3-ാം തീയതി. ഇനി 3 ദിവസങ്ങളും കൂടെ മാത്രം ബാക്കി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലരും അഡ്മിറ്റ് കാർഡുകൾ ഫില്ല് ചെയ്യുമ്പോൾ അതെങ്ങനെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം, ഇതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാനിനി ആദ്യമേ സൈൻ ചെയ്തിട്ട് പോകണോ, ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കണോ അല്ലെങ്കിൽ കളർ കോപ്പി എടുക്കണോ, എങ്ങനെയൊക്കെ ചുമ്മാ കൺഫ്യൂഷൻസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോ. മക്കൾ മുഴുവനായിട്ട് കാണണം. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മളൊരു അഡ്മിറ്റ് കാർഡ് ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പേസ്റ്റ് ചെയ്യാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിനേഷൻ ഹോളിലേക്ക് പോകേണ്ടത്, ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകും. 22,70,000 കുട്ടികളാണ് ഈ വർഷത്തെ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത്. മെയ് 3-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കാൻ പോകുന്ന ഈ എക്സാമിന് വേണ്ടിയിട്ട് മൊത്തം ഇന്ത്യയിൽ 22,70,000 കുട്ടികൾ എക്സാം എഴുതാൻ പോവാണ്. നിങ്ങൾക്ക് NEET.NTA.NIC.in പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി നീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു അപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ളൊരു പാസ്വേഡ് ഉണ്ട്. ഈ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ്, ഇനി പാസ്വേഡ് ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് അടിച്ചുകൊണ്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യും. അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത്, അതിൽ ഒരു ബാർകോഡ് ഉണ്ടാവും, ഓക്കെ, പിന്നെ ഒരു സ്കാനിങ് പാർട്ടായിട്ട് ഉണ്ടാവും. അത് രണ്ടും പ്രോപ്പറായിട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു ഫോട്ടോ, അതായത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസിലുള്ളൊരു ഫോട്ടോ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അതേപോലെ തന്നെയുള്ളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഒരു സൈനും ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിലുണ്ടോ, നിങ്ങൾക്ക് എവിടെയാണ് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടിയത് ആ ഡീറ്റെയിലൊക്കെ അവിടെ കാണും. ഓക്കെ, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിലും നിങ്ങൾ എവിടെയാണ് സെൻറ്റർ കിട്ടിയത്, ഓക്കെ, എക്സാമിൻ്റെ ടൈം, ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ കൂടുതൽ 3 പേപ്പേഴ്സാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് മക്കളുടെ ഫോട്ടോ പ്രോപ്പർ അല്ലേ, ഓക്കെ, അതുപോലെ തന്നെ സൈന് കാര്യങ്ങളുണ്ടല്ലോ, ബാർകോഡും പിന്നെ ഞാൻ പറഞ്ഞ സ്കാനിങ് കോഡ്, 2 കോഡുകൾ അവിടെ കറക്റ്റായിട്ടുണ്ടല്ലോ. ഈ രീതിയിൽ വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ അങ്ങനെ ഒന്നുമില്ല, ഏതും പറ്റും. പ്രത്യേകിച്ച് കളർ പ്രിൻ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. അടുത്തിരിക്കുന്നവൻ്റെ കയ്യിൽ കളർ പ്രിൻ്റ് കാണുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, പഠിച്ചവൻ എനിക്ക് പ്രശ്നമാവോ, ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇനി അങ്ങനെ നിങ്ങൾക്ക് ആദ്യമേ ടെൻഷൻ ഉണ്ടെങ്കിൽ മക്കൾ ഉറപ്പായിട്ടും നല്ലൊരു കളർ പ്രിൻ്റ് തന്നെ എടുത്തിട്ട് പോയിക്കോ, ചുമ്മാ ടെൻഷൻ ആവേണ്ടില്ലല്ലോ. ഇതിൽ 2ഉം അലോഡാണ്, കളർ പ്രിൻ്റ് വേണമെന്നൊന്നുമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കളർ ആണെങ്കിൽ 2ഉം അലോഡാണ്. ഓക്കെ, ഇനി എക്സാം ടൈം 2 മണിക്കും 5 മണിക്കും ഇടയിലാണ്, 2 to 5 ആണ്. നിങ്ങളൊരു 12:45 1 മണിക്ക് തന്നെ നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിൽ കയറാൻ നോക്കണം. ഓക്കെ, ഞാൻ വീണ്ടും പറയാം, 12:45 1 മണിയാകുമ്പോൾ തന്നെ മക്കൾ എന്തായാലും എക്സാമിനേഷന് റിപ്പോർട്ട് ചെയ്യുക. കാരണം ബയോമെട്രിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഡിലേ വരാൻ പാടില്ല. അപ്പം നിങ്ങൾ ആദ്യം എന്തൊക്കെ ചെയ്യണം, നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. 3 പേജസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് പേജിൽ നോക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോട്ടോ കാണുന്നുണ്ട്, നിങ്ങളുടെ സൈന് കാണുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് മക്കൾക്ക് 3 കോളങ്ങൾ കാണാം. അതിലൊരു സ്ഥലത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ വെക്കണം. ഓക്കെ, അത് നേരെ നമുക്ക് തമ്പ് ഇംപ്രഷൻ നേരത്തെ വെച്ച് വെക്കണം. അത് എക്സാമിനേഷൻ ഹോളിൽ പോയിട്ടല്ല, അതിന് മുന്നേ തന്നെ മക്കൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ആ സെക്കൻഡ് കോളത്തിൽ നിങ്ങൾ വെക്കണം. പിന്നെ തൊട്ടിപ്പുറത്ത്, ഓക്കെ, ആദ്യം തന്നെ കാണുന്ന കോളത്തിൽ അവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി അതിലിപ്പോൾ ഡേറ്റും ഇതൊന്നും ഇല്ലയെന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്തായാലും കുഴപ്പമില്ല. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിക്കണം. അത് ആ കോളം ഇത്രയേ ഉള്ളൂ, ഫോട്ടോ ഇത്രയേ ഉണ്ട്. അങ്ങനെയാണ് അവിടെ ഒതുങ്ങുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അത് അതിനനുസരിച്ച് ഒട്ടിച്ചാൽ മതി. അല്ലാതെ ഫോട്ടോ വെട്ടിക്കളഞ്ഞിട്ട് ഒട്ടിക്കുകയും ചെയ്യരുത്. കറക്റ്റായിട്ട് അത് കോളത്തിന് പുറത്തേക്ക് പോയിക്കോട്ടെ, ഫോട്ടോ കുഴപ്പമില്ല. ആ രീതിയിൽ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. പിന്നെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പിൻ്റെ ഇംപ്രഷനും കൂടെ വെക്കുക. ദെൻ അടുത്ത റൈറ്റ് സൈഡിൽ ഒരു കോളം കൂടെ ഇല്ലേ സൈൻ ചെയ്യാനുള്ള, അതിപ്പോൾ ചെയ്യേണ്ട കേട്ടോ, അത് നിങ്ങൾ എക്സാമിനേഷൻ ഹോളിൽ പോയിട്ട് ചെയ്താൽ മതി. ഇപ്പോഴത് ചെയ്യാനേ പാടില്ല. എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ഇൻവിജിലേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പേജ് നോക്ക്. സെക്കൻഡ് പേജിൽ എന്താ കാണുന്നത്, അവിടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാൻ പറയുന്നില്ലേ. ഓക്കെ, ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അതിൽ കറക്റ്റായിട്ട് ഒട്ടിക്കുക. അത് വേറെ കൊണ്ടുപോകൊന്നും വേണ്ട, ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും കൂടെ നിങ്ങൾ ഒട്ടിച്ചു. അപ്പോൾ നമുക്ക് അഡ്മിറ്റ് കാർഡായി. ഇനി നമ്മൾ എന്താ കൊണ്ടുപോകേണ്ട എക്സാമിനേഷന് പോകുമ്പോൾ, നമ്മൾ കൊണ്ടുപോകേണ്ടത് അടുത്ത ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. പെന്ന് വേണോ ചോദിക്കുന്നവരുണ്ട്, പെന്ന് വേണ്ട കേട്ടോ, പെന്ന് നമുക്ക് വേണ്ട, പെന്ന് അവിടുന്ന് തരും. ഇനിയിപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ID കാർഡ്, നിങ്ങൾ ആധാറാണോ, പാസ്പോർട്ടാണോ, ആധാറാണോ, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, എല്ലാം നിങ്ങളുടെ ഫോട്ടോയും പേരും ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് കയ്യിൽ കരുതാം. ആധാറാണെങ്കിൽ നല്ലത്, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു ID പ്രൂഫ് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞു, ഒന്ന് ID പ്രൂഫ് ഉണ്ടാവണം,
ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്ന നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. ഇനി നമുക്ക് എന്താ കൊണ്ടുപോകാൻ പറ്റുന്നത്? ഒരു സാധനവും കൂടെ വേണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ നമ്മൾ അഡീഷണലി കൊണ്ടുപോകണം. എന്തോന്ന്? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കയ്യിൽ കരുതി. പിന്നെ നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നതാണ് ചൂടുള്ള സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒരു ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാം. വെള്ളം കൊണ്ടുപോകുമ്പോൾ ആ ബോട്ടിൽ ട്രാൻസ്പാരൻറ്റ് ബോട്ടിലായിരിക്കണം. അല്ലാതെ നോർമൽ നമ്മൾ കുറേ കളേഴ്സൊക്കെ ഉള്ള ബോട്ടിൽ പാടില്ല. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. ഈ ബോട്ടിലില്ലേ നിങ്ങളിങ്ങനെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഇവിടെ ടേബിളിൽ നമ്മുടെ ഡെസ്കിൽ ബോട്ടിൽ വെക്കരുത് കേട്ടോ. എന്താണ്? എന്തെങ്കിലും കാരണവശാൽ ആ ധൃതിക്കിടയിൽ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ബോട്ടിൽ അടച്ചിട്ടുണ്ടാവില്ല, ഒന്ന് തട്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാം. അത് നേരെ ഒന്നെങ്കിൽ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ താഴെ നിങ്ങൾ ഫ്ലോറിലേക്കോ വെക്കുക. അപ്പോൾ എക്സാം 2-നും 5-നും ഇടയിലുള്ള സമയത്താണ്. മെയ് 3-ാം തീയതിയാണ്. നമുക്ക് ടോട്ടലി 720 മാർക്കിൻ്റെ എക്സാമാണ്. ഈ 720 ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും. മൊത്തത്തിൽ 180 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിൽ നിന്നാണ് 45 ക്വസ്റ്റ്യന്, കെമിസ്ട്രിയിൽ നിന്നാണ് 45 ക്വസ്റ്റ്യന്, ബാക്കി വരുന്ന 90 ക്വസ്റ്റ്യന് ബയോളജിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ബയോളജി നന്നായിട്ട് പഠിച്ച്, ഇത് ഞാൻ പറയുന്നത് റിപ്പീറ്റേഴ്സ് പോലത്തെ കുട്ടികളല്ല, ആദ്യമായിട്ട് +2 കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുന്ന പല കുട്ടികൾക്ക് എത്ര നമ്പർ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പോലും അറിയാത്തവരുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എക്സാം എഴുതാം. നിങ്ങൾ ഇതുവരെ ഒരു മോക്ക് എക്സാംസ് എഴുതാത്ത കുട്ടികളാണെങ്കിൽ താഴെ ഒരു ലിങ്ക് തരുന്നുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ JPSൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആവും. ഇവിടെ നിങ്ങൾക്ക് 1-ാം തീയതിയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു മോക്ക് എക്സാംസിൻ്റെ പേപ്പർ അയച്ചു തരാം. ആ പേപ്പർ ചെയ്ത് നോക്കുക. 5 മണിയാകുമ്പോൾ അതിൻ്റെ ആൻസർ കീ മക്കൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു എക്സാം എഴുതിയില്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ അതുപോലെ എക്സാംസ് ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്. ഇതുവരെ എക്സാം എഴുതാത്ത കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും എഴുതി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് അയച്ചു കൊടുക്കണം. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാതെ പോകുന്നവരുണ്ടാവും, അവരെന്തായാലും ഇത് അറിഞ്ഞിരിക്കണം. ഡ്രസ് കോഡിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്, അതും കൂടെ കണ്ടു നോക്കണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡ്രസ് കോഡൊക്കെ പാലിച്ചുകൊണ്ട് ഇനി ആ സമയത്ത് ടെൻഷനാവാൻ നിൽക്കേണ്ട. ഇനി മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഡിറ്റക്റ്റായി ഒച്ച വന്നു ഇപ്പോൾ ടെൻഷനാവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട. പറ്റുന്ന ഡ്രസ്സുകൾ മാത്രം ഇടുക, പറ്റുന്ന ചെരുപ്പ് ഉപയോഗിക്കുക. അല്ലാതെ ഷൂവോ ഇങ്ങനെ പകുതി മൂടിയിരിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളോ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഡ്രസ് കോഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ് കോഡ് കാര്യങ്ങൾ പാലിക്കുക. ആ രീതിയിൽ തന്നെ മക്കൾ പോകാൻ നോക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു. കാണാം.